ഹലോ കുട്ടികളെ, 5ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, 53,427 ഈസ് എ 5-digit നമ്പർ മെയ്ഡ് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ഇറ്റ്സ് ഡിജിറ്റ്സ്. അതായത് 53,477 എന്ന് പറയുന്നത് ഒരു 5 അക്ക സംഖ്യയാണ്. അതിൻ്റെ ഡിജിറ്റുകളൊന്നും അക്കങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല, ആവർത്തിച്ചിട്ടില്ല. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് 5-digit നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദ എബോവ് ഡിജിറ്റ്സ്. ഈ ഡിജിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സ്മോളസ്റ്റ് ആയിട്ടുള്ള ചെറിയ 5 അക്ക സംഖ്യ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സ്മോളസ്റ്റ് 5-digit നമ്പർ വളരെ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെറിയ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അതിൽ നിന്ന് വലുതിലേക്ക് അങ്ങ് എഴുതിപ്പോയാൽ മതി. ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ സംഖ്യ ഏതാണ്, അക്കം ഏതാണ്? 2 അല്ലേ? 2. അടുത്തത് വലുത് 3, 4, 5, 7. അപ്പോൾ ഈ 5 നമ്പർ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 23,457. അടുത്ത ബി പാർട്ട് ചോദ്യം, വാട്ട് ഈസ് ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഓഫ് ദ ലാർജസ്റ്റ് 5-digit നമ്പർ മെയ്ഡ് യൂസിങ് ദിസ് ഡിജിറ്റ്. ഈ ഡിജിറ്റുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ 5 അക്ക സംഖ്യയുടെ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം ഏതാണ്? ആദ്യം നമ്മൾ അതിൻ്റെ ആൻസർ എഴുതണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കണം. വലിയ സംഖ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വലിയ നമ്പേഴ്സ് എല്ലാം വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. അതായത് നമ്മൾ ഈ ചെറിയ സംഖ്യ എഴുതിയില്ലേ, അതിനെ തിരിച്ചെഴുതിയാൽ മതി. 75432. അപ്പോൾ ഇതെന്തായി? ലാർജസ്റ്റ് 5-digit. ഈ 5 അക്കങ്ങൾ കൊണ്ട് നിർമ്മിക്കാൻ പറ്റിയ ലാർജസ്റ്റ് 5-digit-ആയി. നമുക്ക് വേണ്ടത് അതല്ല. നമുക്ക് വേണ്ടത് ഈ സംഖ്യയുടെ ഈ വലിയ ലാർജസ്റ്റ് 5-digit നമ്പറിൻ്റെ ഒന്നിൻ്റെ പ്ലേസിലിരിക്കുന്ന സംഖ്യ എന്നാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്ഥാനം പറയുന്നത്? 1s, 10s, 100s ഇങ്ങനെയല്ലേ പോകുന്നത്. അതായത് 1, 10, 100 അങ്ങനെ. അപ്പോൾ ഇവിടെ 1ൻ്റെ പ്ലേസിലിരിക്കുന്ന ഏതാണ്? ഒറ്റയുടെ സ്ഥാനത്തിരിക്കുന്ന നമ്പർ ഏതാണ്? 2. സി പാർട്ട് ചോദ്യം, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് 5-digit നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദീസ് ഡിജിറ്റ്സ്. അപ്പോൾ ഈ ഡിജിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ച വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യകളുടെയും വ്യത്യാസത്തിനെ പറ്റി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഡിഫറൻസ് അറിയണ്ടേ. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. 75,432 മൈനസ് 23,457. നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 51,975 എന്ന് കിട്ടും. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. മോർ ദാൻ 50,000. ഇത് 50,000-നേക്കാളും കൂടുതലാണ്. അതെ, 50,000-നേക്കാളും കൂടുതലുണ്ട്. ലെസ് ദാൻ 50,000. 50,000-നേക്കാൾ കുറവാണോ? അല്ല. 7 ഇൻ ദി വൺസ് പ്ലേസ്. വൺസിൻ്റെ പ്ലേസിലാണോ 7 കിടക്കുന്നത്? ടെൻസിൻ്റെ പ്ലേസിലാണ്, 10ൻ്റെ സ്ഥാനത്താണ്. അതുമല്ല. ബിറ്റ്വീൻ 60,000 ആൻഡ് 70,000. 60,000-നും 70,000-നും ഇടയിലാണെന്ന്. അതുമല്ല. അപ്പോൾ എന്താണ് ആൻസർ? മോർ ദാൻ 50,000. ഡി പാർട്ട് ചോദ്യം, റൈറ്റ് എ 5-digit പാലിയൻട്രോപിക് നമ്പർ യൂസിങ് ദ ഡിജിറ്റ്സ് 5, 3 and 4. 5, 3, 4 ഉപയോഗിച്ചുകൊണ്ടൊരു പാലിയൻട്രോമിക് നമ്പർ എഴുതാനാണ്. എന്താണ് ഈ പാലിയൻട്രോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ? അതായത് റൈറ്റിലേക്ക് വായിക്കുമ്പോഴും ലെഫ്റ്റിലേക്ക് വായിക്കുമ്പോഴും ഒരുപോലെ അക്കങ്ങൾ ഉണ്ടായിരിക്കണം, വലതേക്കും ഇടതേക്കും അല്ലേ. അപ്പോൾ 5, 3, 4 ഉപയോഗിച്ചുകൊണ്ട് 5 അക്ക സംഖ്യയാണ്, 5-digit ആണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതാം? 5, 3, 4, 3, 5. ഇവിടെ എഴുതുന്ന 5, 3 ഇപ്പുറത്ത് തിരിച്ചിട്ട് കൊടുക്കുക, നടുക്കൊരു നമ്പർ കൊടുക്കുക. ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. നിങ്ങൾക്ക് തിരിച്ച് എങ്ങനെ എഴുതാം? 4, 3, 5, 3, 4. ഇതൊക്കെ എന്താണ്? പാലിയൻട്രോമിക് നമ്പറാണ് അല്ലേ. 4, 3, 5, 3, 4. അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരുപോലെയല്ലേ. നമുക്ക് ഈ 3 അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മിഡിലിൽ അതിൻ്റെ മധ്യഭാഗത്തൊരു നമ്പറിനെ ഇട്ട് കൊടുക്കുക, ലെഫ്റ്റിലും റൈറ്റിലും എഴുതുന്ന നമ്പർ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പാലിയൻട്രോമിക് നമ്പർ കിട്ടും. ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇനി ഹൗ മെനി 4-digit നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 0, 1, 2, 3 വിത്ത് 0 ഇൻ ദി 100 പ്ലേസ്. നമുക്ക് 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കണം ഈ 4 ഡിജിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ എന്താണ് കണ്ടീഷൻ? 0 ഇൻ ദ 100 പ്ലേസ്. 100ൻ്റെ പ്ലേസിൽ 100ൻ്റെ സ്ഥാനത്ത് എന്ത് വരണം? 0 വരണം അല്ലേ. 100ൻ്റെ സ്ഥാനത്ത് 0 വരുന്ന രീതിയിൽ, അതായത് 1, 0, 2, 3. നോക്കൂ, 1s, 10s, 100s അല്ലേ. 1, 10, 100. 100ൻ്റെ പ്ലേസിൽ 0 വന്നില്ലേ. ഇതുപോലെ രണ്ടാമതായിട്ട് 0 വരുന്ന സംഖ്യകൾ എഴുതാനാണ് 1, 0, 2, 3 എഴുതാം. അതുപോലെ ഈ നമ്പറിനെ തിരിച്ചിട്ട് കൊടുക്കാമല്ലോ. 1, 0, 3, 2 എഴുതാം. 2 വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ 2, 0,
2031 എഴുതാം, അതുപോലെ 2013 എഴുതാം അല്ലേ. ഇനി എന്ത് ചെയ്യണം, നമുക്ക് 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 3012 അതുപോലെ 3021. കണ്ടോ, ഇത്രയും നമ്പേഴ്സ് നമുക്ക് 0, 1, 2, 3 ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ സാധിക്കും. പ്രത്യേകത എന്താണ്, അതിൻ്റെ 100ൻ്റെ പ്ലേസിൽ എത്രയായിരിക്കും, 0 ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം നോക്കാം. സി ദ നമ്പേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ്, സംഖ്യകൾ നോക്കുക. ഇഫ് ദീസ് നമ്പേഴ്സ് ആർ റിട്ടേൺ ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്, വാട്ട് വിൽ ബി ദ ലാസ്റ്റ് നമ്പർ. ഈ സംഖ്യകളെല്ലാം വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വരുന്ന ലാസ്റ്റ് വരുന്ന നമ്പർ എന്താണ്. ലാസ്റ്റ് വരുന്ന നമ്പർ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആദ്യം എഴുതി നോക്കണം. അപ്പം വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുന്ന എങ്ങനെ, വലിയ നമ്പർ കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ അക്കങ്ങളെല്ലാം നോക്കണം. ഇവിടെ എത്രയുണ്ട് ഡിജിറ്റുകൾ, 1, 2, 3, 4, 5, 6, 7. ഇതിലും 7 ഡിജിറ്റാണ്, ഇതിലും 7 ഡിജിറ്റാണ്. ഇതിലാണെങ്കിലോ 1, 2, 3, 4, 5, 6, 6 എണ്ണം, ഇതിലും 6 എണ്ണം. അപ്പോൾ ആദ്യം ഡിജിറ്റുകളുടെ എണ്ണം കൂടിയ സംഖ്യകൾ നോക്കുക. അപ്പോൾ ഇതിൽ രണ്ടിലും 7 അക്ക സംഖ്യകളാണ് ഉള്ളത്, 7 ഡിജിറ്റ്. അതിൽ വലുത് ഏതാണ്, ഇവിടെ 16 ഉണ്ട്, 15 ഉണ്ട്. ഏതാ എടുക്കുന്നത്, 16 അല്ലേ വലുത്. അപ്പോൾ 16,32,482 ആണ് വലുത്. അടുത്തത് 15,37,821. അതാണ് അടുത്ത സംഖ്യ. ഇനി അടുത്ത 2 ആറക്കങ്ങളുള്ള നമ്പറുണ്ട്. അതിലിവിടെ 35. ഇവിടെ 350 ആണ്, ഇവിടെ 358 ആണ്. അപ്പോൾ ഏത് നമ്മൾ എടുക്കും, 358 എടുക്കും. 358212. അടുത്തതായിട്ട് എന്താണ്, 350421. അപ്പോൾ ഓരോ സംഖ്യകളും ഇവിടെ ഇപ്പോൾ 3 തുല്യമാണ്, പിന്നെ 5 തുല്യമാണ്. പിന്നെ നോക്കുമ്പോൾ 8 0. 0ത്തിലും 8ലും വലുത് ഏതാണ്, 8 അല്ലേ. അപ്പോൾ അതായിരിക്കും വലിയ സംഖ്യ. അപ്പോൾ നമുക്ക് ഇതെല്ലാം എഴുതേണ്ടത് ഇങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിയാൽ, ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലേക്ക് എഴുതിയാൽ വാട്ട് വിൽ ബി ദ ലാസ്റ്റ് നമ്പർ. ലാസ്റ്റ് നമ്പർ ഏതെന്നാണ്, അവസാന സംഖ്യ ഏതായിരുന്നു, ഈ നമ്പറാണ് അവസാനം വരുന്നത് അല്ലേ, 3,50,421. ബി പാർട്ട് ചോദ്യം. The sum of two of these numbers is 19,82,903. അപ്പോൾ ഇതിൽ തന്നെ ഏതോ 2 സംഖ്യകളുടെ തുക എത്രയാണ്, ഇതാണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് ഏതെന്നാണ്. നിങ്ങൾ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്തെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഏതൊക്കെ നമ്പേഴ്സാണ് അങ്ങനെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത്, 16,32,482 അതുപോലെ 3,50,421 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 19,82,903 വരുന്നത്. അപ്പോൾ ഇതാണ് ആ നമ്പേഴ്സ്. നിങ്ങൾ സമ്മായിട്ട് എഴുതണ്ട, ഈ നമ്പേഴ്സ് മാത്രം എടുത്ത് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ. ഇതിൽ തന്നെ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യകളുടെയും ഡിഫറൻസ് എത്രയാണ്. വലിയ സംഖ്യ ഏതാണ്, 16,32,482 മൈനസ് ചെറിയ സംഖ്യ ഏതാണ്, 3,50,421. അതായത് ഇതേ 2 സംഖ്യകൾ തന്നെ വലുതും ചെറുതും കൂട്ടുമ്പോഴും അതുപോലെ വലുതും രണ്ടും കുറയ്ക്കുമ്പോഴും എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയ സംഖ്യ ഏതാണ്, മൈനസ് സ്ഥാനങ്ങളൊക്കെ കറക്റ്റായിട്ടിരുന്നാൽ ലെഫ്റ്റിൽ നിന്ന് വേണം പോകാനായിട്ട് കേട്ടോ. 1 2 4 0 5 3 മൈനസ് ചെയ്യുക 1. 18 2 മൈനസ് ചെയ്താൽ എത്രയാണ്, 6. 4 നിന്ന് 4 മൈനസ് ചെയ്താൽ 0. 2 നിന്ന് 0 മൈനസ് ചെയ്താൽ എത്രയാണ്, 2. 3ൽ നിന്ന് 5 മൈനസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ബോറോ ചെയ്യണം. ഇത് 13 ആവും. 30ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ 8. ഇവിടെ അപ്പോൾ എന്താ, ഇവിടെ നല്ല 1 ബോറോ ചെയ്തത്, അപ്പോൾ ഇവിടെ എന്താവും, 5 ആവും. 5 3 മൈനസ് ചെയ്താൽ 2 ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. ഇനി സം സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ലാർജസ്റ്റ് നമ്പർ ഈസ് ഗിവൺ ബിലോ. ലാർജസ്റ്റ് നമ്പറിനെ സംബന്ധിച്ച് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ലാർജസ്റ്റ് നമ്പർ ഏതായിരുന്നു, ഇതായിരുന്നു ലാർജസ്റ്റ് നമ്പർ, 16,32,482 അല്ലേ. അപ്പോൾ ആ നമ്പറിനെ കുറിച്ചുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ദ നമ്പർ ഈസ് ലെസ് ദാൻ 1 മില്യൺ. ഇത് 1 മില്യണിനേക്കാൾ കുറവാണെന്ന്. അപ്പോൾ എന്താണ് 1 മില്യൺ എന്ന് അറിയണം. എന്താ 1 മില്യൺ എന്ന് പറഞ്ഞാൽ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ് അല്ലേ. 10 lakh ആണ് 1 മില്യൺ. അപ്പോൾ ഇത് 10 ലക്ഷത്തിൽ കൂടിയ സംഖ്യയല്ലേ. അപ്പോൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ, അല്ല. ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 1 മില്യൺ. അതെ, ഈ നമ്പർ 1 മില്യണിനേക്കാൾ കൂടുതലാണ്, 10 ലക്ഷത്തിനേക്കാൾ കൂടുതലാണ്. ഇത് 16 ലക്ഷത്തിൽ കൂടുതലുണ്ട്. ദ നമ്പർ ഈസ് ബിറ്റ്വീൻ 5 lakh ആൻഡ് 10 lakh. ഇത് 5 lakhനും 10 lakhനും ഇടയിലാണ്, തെറ്റാണ്. ദ നമ്പർ ഈസ് ബിറ്റ്വീൻ 10 lakh ആൻഡ് 20 lakh. ഈ നമ്പർ
10 ലാക്കിനും 20 ലാക്കിനും ഇടയിലാണ്. അതെ, കറക്റ്റായിട്ടുള്ള കാര്യമാണിത്. 16 ലാക്ക് ഉണ്ടല്ലേ. അപ്പോൾ 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലാണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? 2 and 4 അല്ലേ. 2ഉം 4ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. മൂന്നാമത്തെ ചോദ്യം, 1395 pens are put in packets of 12 each. How many pens will be remaining? 1395 പേനകൾ ഉണ്ടായിരുന്നു. അവയെ കുറേ പാക്കറ്റുകളിലാക്കിയാണ്. ഓരോ പാക്കറ്റിലും 12 പേനകൾ വീതം നിറയ്ക്കുകയാണ്. ഇങ്ങനെ നിറച്ച് വന്നപ്പോൾ ബാക്കി എത്ര പേനകൾ ഉണ്ടായിരുന്നു? എന്ത് ചെയ്ത് നോക്കുക. 1395നെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് ഇവിടെ ആൻസറാക്കി എഴുതേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ 1395നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 1395 ഡിവൈഡഡ് ബൈ 12 അല്ലേ. 12നെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. 3 നിന്ന് 2 കുറയ്ക്കുക 1, 9 താഴേക്ക് ഇറക്കുക 9. 2 പ്രാവശ്യം ചെയ്താൽ 2 × 12 ചെയ്ത് നോക്കുമ്പോൾ 24 കിട്ടുന്നത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം 7, അടുത്ത 5 താഴേക്ക് ഇറക്കുക. നമുക്ക് 6 പ്രാവശ്യം 6 പ്രാവശ്യം ചെയ്യുമ്പോൾ 72 എന്ന് കിട്ടും അല്ലേ. ബാക്കി എത്രയാണ്? 3. അതായത് നമുക്ക് 116 പാക്കറ്റുകളിൽ ഫുള്ളാക്കി നിറയ്ക്കാൻ പറ്റും. ബാക്കി അവശേഷിക്കുന്നത് എത്ര പേനകളാണ്? 3 പേനകളാണ്. അപ്പോൾ ഹൗ മെനി പെൻസ് വിൽ ബി റിമൈനിങ്? അതിന് ആൻസർ എത്രയാണ്? 3 ആണ്. ഹൗ മെനി മോർ പെൻസ് ആർ നീഡഡ് ടു ഗെറ്റ് 1 മോർ ഫുൾ പാക്കറ്റ്? ഒരു ഫുൾ പാക്കറ്റ് കൂടെ വേണമെങ്കിൽ എത്ര പേനകൾ കൂടി വേണം? നമുക്ക് 12 പേനകൾ വീതമുള്ള പാക്കറ്റുകളിലാണ് നിറയ്ക്കുന്നത്. ഇപ്പോൾ ബാക്കി എത്രയേ വന്നുള്ളൂ? 3 മാത്രമാണ് ബാക്കി വന്നത്. ഇനി എത്രയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാക്കറ്റും കൂടെ ഫില്ലാക്കാം. 12 വേണ്ടതല്ലേ. 12 നിന്ന് ഇനി 3 കുറച്ച് നോക്കിയാൽ പോരെ. ഇനി എത്ര പേനകൾ കൂടി വേണം? 9 പേന. 9 3 അല്ലേ 12. 9 പേനകളും കൂടി ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റും കൂടി നമുക്ക് നിറയ്ക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 128 ഡിവൈഡ് ബൈ 8? ഏതാണ് 128 ഭാഗം 8ന് തുല്യമായത്? അതിനാദ്യം 128 ഭാഗം 8 എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 180 is 8. 12 8 മൈനസ് ചെയ്യുമ്പോൾ 4, 8, 6 8s are 48. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 16 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ 16 കിട്ടുന്ന ആൻസർ ഏതാണെന്ന് നോക്കാം. 64/4 എന്നൊന്ന് ചെയ്ത് നോക്കിക്കേ. കണ്ടോ, 16 കിട്ടി. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഡി പാർട്ട് ചോദ്യം നോക്കൂ. ഒരു പാറ്റേൺ തന്നിരിക്കുന്നത്. 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. If we continue this pattern, what will be the last number in the 20th row? ഇങ്ങനെ പാറ്റേൺ തുടരുകയാണെങ്കിൽ 20ാമത്തെ റോയിൽ 20ാമത്തെ വരിയിൽ വരുന്ന അവസാന സംഖ്യ ലാസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കേ. ഇവിടുത്തെ ആദ്യത്തെ സംഖ്യകളുടെ പ്രത്യേകത എന്താ? ഈ ആദ്യത്തെ വരിയിലെ 4 നമ്പേഴ്സ് നോക്കിക്കേ. 0 4 8 12 അല്ലേ. അതായത് 4 വീതം കൂടിക്കൂടി പോകുന്നു. അതായത് 4ൻ്റെ ഗുണിതങ്ങൾ, 4ൻ്റെ മൾട്ടിപ്പിൾസ്. നമ്മൾ ടേബിൾ പറയത്തില്ലേ, ഒരു 4 4 അല്ലെങ്കിൽ 1 4 is 4, 2 4s are 8, 3 4s are 12 അല്ലേ. അപ്പോൾ രണ്ടാമത്തെ വരിയിൽ 4ൻ്റെ ഒന്നാമത്തെ ഗുണിതം, മൂന്നാമത്തെ വരിയിൽ 4ൻ്റെ രണ്ടാമത്തെ ഗുണിതം. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ വരിയിൽ 20th റോയിൽ എത്രാമത്തെ ഗുണിതമായിരിക്കും വരുന്നത്? 20th റോയിൽ 19ാമത്തെ ഗുണിതമായിരിക്കും വരുന്നത് അല്ലേ. ഇത് 1 × 4, 2 × 4, 3 × 4. 3 × 4 വന്നിരിക്കുന്നത് 4ാമത്തെ വരിയിലാണ്. അപ്പോൾ 20th റോയിൽ എത്രയാണ് വരുന്നത്? 19 × 4 ആയിരിക്കും വരുന്നത് അല്ലേ. 4ാമത്തെ വരിയിൽ 4ാമതായിട്ട് വന്നിരിക്കുന്നത് 4ൻ്റെ മൂന്നാമത്തെ ഗുണിതമാണ്. അപ്പോൾ 20ാമത്തെ റോയിൽ 19 × 4 ആണ് വരുന്നത്. 19 × 4 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 76 ആണ് കിട്ടുന്നത് അല്ലേ. ഇനി 76 തൊട്ട് അങ്ങോട്ടുള്ള നമ്പേഴ്സ് എഴുതിക്കേ. 4 നമ്പേഴ്സ് 76, 77, 78, 79. അപ്പോൾ നാലാമതിരിക്കുന്ന ലാസ്റ്റ് അവസാനം വരുന്ന സംഖ്യ ഏതാണ്? 20ാമത്തെ റോയിലെ 79. നാലാമത്തെ ചോദ്യം, വാട്ട് ആർ ദ പോസിബിൾ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിങ് എ നമ്പർ ബൈ 4? ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സാധ്യതയുള്ള റിമൈൻഡേഴ്സ്, ശിഷ്ടങ്ങൾ ഏതൊക്കെയാണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. 4നേക്കാൾ ചെറുതായ സംഖ്യകൾ എഴുതുക. അതായത് 0, 1, 2, 3 ഇവയായിരിക്കും ഏതൊരു സംഖ്യയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള പോസിബിളായിട്ടുള്ള റിമൈൻഡേഴ്സ്. ബി പാർട്ട് ചോദ്യം, 3, 7, 11 are the numbers that leave the remainders 3 when divided by 4. Write the next 4 numbers in this pattern. 3, 7, 11 etc. തുടങ്ങിയ നമ്പറുകൾക്ക് പ്രത്യേകതയുണ്ട്. ഇവയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ് ശിഷ്ടം, റിമൈൻഡർ കിട്ടുന്നത്.
ഇങ്ങനെയുള്ള അടുത്ത നമ്പേഴ്സ് എഴുതാനാണ്. റൈറ്റ് ദ നെക്സ്റ്റ് 4 നമ്പേഴ്സ്, അടുത്ത 4 സംഖ്യകൾ. ഇത് നോക്കൂ, 4 വീതം കൂടി പോവുകയല്ലേ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ശിഷ്ടം വരുന്നതിൻ്റെ പ്രത്യേകത ഇവിടെ 4 വെച്ച് കൂടിയാണ് പോകുന്നത്. 3 4 7, 7 4 11 അല്ലേ. 3നോട് 4 കൂട്ടിയാൽ 7, 7നോട് 4 കൂട്ടിയാൽ 11. അപ്പോൾ അടുത്ത നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. 11നോട് 4 കൂട്ടുമ്പോൾ 15, 15നോട് 4 ആഡ് ചെയ്യുമ്പോൾ 19, 19നോട് 4 ആഡ് ചെയ്യുമ്പോൾ 23, 23നോട് 4 ആഡ് ചെയ്യുമ്പോൾ 27. ഓക്കെ, ഇനി ഇഫ് യു കണ്ടിന്യൂ, പാഠ ചോദ്യം, ഇഫ് യു കണ്ടിന്യൂ റൈറ്റിംഗ് ലൈക്ക് ദിസ്, ഇതുപോലെ നമ്മൾ ഇങ്ങനെ നമ്പേഴ്സ് എഴുതി പോയാൽ ലൈക്ക് ദിസ് വിൽ ബി 100 ബി ഇൻ ദിസ് പാറ്റേൺ. 100 ഈ പാറ്റേണിൽ ഉൾപ്പെട്ട ഒരു നമ്പർ ആകുമോ? ഇങ്ങനെ നമ്മൾ എഴുതി പോകുമ്പോൾ 100 ഇവിടെ എവിടെയെങ്കിലും 100 ഈ പാറ്റേണിൽ കിട്ടുമോ എന്നാണ്. ഈ പാറ്റേണിൻ്റെ പ്രത്യേകത എന്താണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടും. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 3 റിമൈൻഡർ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. 100നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? റിമൈൻഡറായിട്ട് 0 ആണ് കിട്ടുന്നത് അല്ലേ. റിമൈൻഡർ ഇവിടെ 0 ആണ് കിട്ടുന്നത്. റിമൈൻഡർ 3 വരുന്നുണ്ടോ? ഇല്ല അല്ലേ. അതുകൊണ്ട് ഇവിടെ എന്തല്ല, 100 ഈ പാറ്റേണിൽ വരില്ല. ഇല്ല. റീസൺ എന്താണ്? 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. 3 കിട്ടിയാലേ ഈ പാറ്റേണിൽ വരികയുള്ളൂ. അതാണ് റീസൺ. റൈറ്റ് 169 ആസ് സർട്ടൈൻ ടൈംസ് ഓഫ് 8 ആൻഡ് എ റിമൈൻഡർ. 169നെ 8ൻ്റെ ഗുണിതങ്ങളായിട്ട്, 8ൻ്റെ പ്രാവശ്യം, എത്രയോ പ്രാവശ്യം 8ആണ് 169 പ്ലസ് ഒരു റിമൈൻഡറും കൂടി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? 169നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 169നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 8s are 16, 9 താഴേക്ക് ഇറക്കുക, 180 is 8. റിമൈൻഡർ ഇവിടെ 1 വന്നു. അതായത് 169നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടുത്തെ കോഷ്യൻ്റ് എത്ര? 21 ഹരണബലം. അപ്പോൾ 21 ഇൻറ്റു 8 ഉണ്ടോ. സെർട്ടൈൻ ടൈംസ് എന്ന് പറയുന്നത് ഇവിടെ എത്ര ടൈംസ് ആണ്? 21 ടൈംസ്. അതേ ഇൻറ്റു 8, പിന്നെ ബാക്കി വന്നത് എന്താണ്? റിമൈൻഡർ ഒന്ന് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. 21 ഇൻറ്റു 8 പ്ലസ് 1 ആണ് 169. 21 ഇൻറ്റു 8 എത്രയാണ്? 168 പ്ലസ് 1 എത്ര കിട്ടും? 169. ഇനി ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഹാസ് 2 ക്വസ്റ്റ്യൻസ്. അഞ്ചാമത്തെ ചോദ്യത്തിന് 2 ചോദ്യങ്ങളുണ്ട്. ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. അതിൽ 5A പാർട്ടാണ്. വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 18 ഇൻറ്റു 12. 18 ഇൻറ്റു 12ന് ഈക്വൽ അല്ലാത്തത് ഏതെന്നാണ്. അപ്പോൾ നമുക്ക് 18 ഇൻറ്റു 12ന് ഈക്വൽ ആയത് നോക്കാം. അപ്പോൾ 18 ഇൻറ്റു 12നെ നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. 18നെ നമുക്ക് 10 പ്ലസ് 8 എന്ന് എഴുതാം ഇൻറ്റു 12 അല്ലേ. അപ്പോൾ 10 ഇൻറ്റു 12, 10 ഇൻറ്റു 12, പിന്നെ നടുക്കുള്ള ചിഹ്നം ഏതാ? പ്ലസ്, പിന്നെ എന്താണ്? 8 ഇൻറ്റു 12. 10 ഇൻറ്റു 12 ഇൻറ്റു 8 ഇൻറ്റു 12 ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ. ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഈ ഓപ്ഷനിൽ കറക്റ്റായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോട്ട് ഈക്വൽ ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇത് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്തത് എങ്ങനെ എഴുതാൻ പറ്റും? 18 ഇൻറ്റു 12നെ നമുക്ക് 12നെ മാറ്റാം, സ്പ്ലിറ്റ് ചെയ്തതുപോലെ 18 ഇൻറ്റു 10 പ്ലസ് 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 18 ഇൻറ്റു 10, 18 ഇൻറ്റു 10 പ്ലസ് ഈ പ്ലസ് ഇടുക, 18 ഇൻറ്റു 2, 18 ഇൻറ്റു 2 കണ്ടോ. 18 ഇൻറ്റു 10 പ്ലസ് 18 ഇൻറ്റു 2. അപ്പോൾ എയും സിയും നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം അത് ഇതിൻ്റെ കറക്റ്റ് ആൻസേഴ്സാണ്. നമുക്ക് വേണ്ടത് കറക്റ്റ് ആൻസറാണ്, ഈക്വൽ അല്ലാത്തതാണ്. അപ്പോൾ എയിലും സിയിലും കറക്റ്റ് ആൻസർ കിടക്കുന്നു. കറക്റ്റ് ആൻസർ അല്ലാത്തത് ഏതാണ്? ബിയും ഡിയും. ബി പാർട്ട് ചോദ്യം, ദ പ്രോഡക്റ്റ് 36 ഇൻറ്റു 17 ഈസ് കമ്പ്യൂട്ടഡ് ഇൻ ദ ഫോളോയിങ് വേ. 36 ഇൻറ്റു 17 ഈ രീതിയിൽ കമ്പ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് 36 ഇൻറ്റു 17. മിസ്സിംഗ് നമ്പേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം 36 ഇൻറ്റു 17 കണ്ടുപിടിക്കാനാണ്. 36നെയാണ് 30 പ്ലസ് 6 എന്ന് എഴുതിയിരിക്കുന്നത്. 17നെയാണ് 10 പ്ലസ് 7 എന്ന് എഴുതിയിരിക്കുന്നത്. ഈ കോളത്തിൽ വരുന്നത് 30 ഇൻറ്റു 10 ആണ്. 30 ഇൻറ്റു 10 ആണ് ഈ കോളത്തിൽ വരുന്നത്. 10 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ എളുപ്പ വഴിയല്ലേ, 3ഉം ഈ 2 പൂജ്യവും ചേർത്ത് കൊടുക്കുക. കണ്ടോ, 6 ഇൻറ്റു 10 ആണ് ഇവിടെ വരുന്നത്, 60. 30 ഇൻറ്റു 7 ആണ് ഈ കോളത്തിൽ. കണ്ടോ, ഈ കോളത്തിന് നേരെ നോക്കുക, ഇതിൻ്റെ മുകളിൽ വരുന്ന നമ്പർ നോക്കുക, ലെഫ്റ്റിൽ വരുന്ന നമ്പർ നോക്കുക. അപ്പോൾ 30 ഇൻറ്റു 7, 3 ഇൻറ്റു 7 21, ഒരു പൂജ്യം ചേർത്ത് കൊടുക്കുക. ഇനി ഈ കോളത്തിൽ വരുന്ന എന്താണ്? അതിൻ്റെ മുകളിൽ 6, ലെഫ്റ്റിൽ 7. അപ്പോൾ 6 ഇൻറ്റു 7 എത്രയാണ്? 42. ഇനി അതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ? 36 ഇൻറ്റു 17 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയ 300, 210, 60, 42 എല്ലാം കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 300 പ്ലസ് 210 പ്ലസ് 60 പ്ലസ് 42 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നതായിരിക്കും. 300ഉം 210ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 510 പ്ലസ് 60ഉം 42ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 102. ഇനി രണ്ടും കൂടെ ആഡ് ചെയ്തേ, 2, 1,
612 ഈ പ്രോഡക്റ്റ്. അടുത്തത് സി പാർട്ട് ചോദ്യം. 300 × 12 = 3600. 300നെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ 3600 എന്ന് കിട്ടും. സം കാൽക്കുലേഷൻസ് ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് യൂസിങ് ദിസ് ആർ ഗിവൺ ബിലോ. ഇതുപയോഗിച്ചുള്ള ചില കാൽക്കുലേഷൻ 2 കോളങ്ങളായി തന്നിട്ടുണ്ട്. കോളം 1ന് മാച്ച് ആയിട്ടുള്ളത് കോളം 2ൽ നിന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ 299 × 12 299 × 12. ഇവിടെ 299നെ നമുക്ക് 300 - 1 എന്ന് എഴുതാം അല്ലേ, 300ൽ നിന്ന് 1 കുറയ്ക്കുന്നതായിട്ട് × 12. അതായത് 300നെ 12 കൊണ്ട് ഇൻറ്റു ചെയ്തതിന് ശേഷം ഇവിടെ എന്താണ് മൈനസ് അല്ലേ, മൈനസ്. ഇനി എന്ത് ചെയ്യുക, 1നെ 12 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1നെ 12 1 × 12 അല്ലേ. 300 × 12 ഇവിടെ തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 3600. 3600 മൈനസ് 1 × 12 എത്രയാണ്? 12. ഇതാണ് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. അതെവിടെയാണ് നമുക്ക് കിടക്കുന്നത്? 2ൽ. എക്ക് ഓപ്ഷൻ എന്താണ്? 2ലാണ് അല്ലേ. അടുത്തത് ബിയിൽ ചോദിച്ചിരിക്കുന്നത് 301 + 12 ആണ്. 301 × 12 ആണ്. 301നെ നമുക്ക് എങ്ങനെ എഴുതാം? 300 + 1 എന്ന് എഴുതാം × 12. അപ്പോൾ 300 × 12 അതാദ്യം ചെയ്യുക, പ്ലസ് 1 × 12. 300 × 12 എത്രയാണ്? 3600 എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. പ്ലസ് 1 × 12 എത്രയാണ്? 12. കണ്ടോ, 3600 + 12 ആണ് രണ്ടാമത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 301 കണ്ടോ. അപ്പോൾ മൂന്നാമത്തെ ആൻസർ അപ്പോൾ എന്തായിരിക്കും? ഇതായിരിക്കും. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ്? എക്ക് നേരെ വന്നത് 2, ബിക്ക് നേരെ വന്നത് 3, സിക്ക് നേരെ വന്നത് 1. അത് നമുക്ക് ഇപ്പുറത്താണ് കിടക്കുന്നത്. ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. A2, B3, C1. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 132 × 13 ആൻഡ് 32 × 13? അപ്പോൾ ഈ രണ്ട് നമ്പറിൻ്റെയും ഡിഫറൻസ് എടുക്കാനാണ്. ഡിഫറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയ്ക്കുക അല്ലേ, സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് നോക്കാം. 2 നമ്പർ എഴുതുക, 2 നമ്പറിനെ മൈനസ് ചെയ്യുക. ഈ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 13 അല്ലേ. ഇവിടെയും 13 ഉണ്ട്, ഇവിടെയും 13 ഉണ്ട്. അപ്പോൾ 13 നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് 13 പോയാൽ എത്രയാണ്? 132. പിന്നെ മൈനസ് ഇവിടെ നിന്ന് 13 പോയാൽ ആരാണ്? 32 അല്ലേ. ദാറ്റ് ഈസ് 13 × 132. 32 മൈനസ് ചെയ്ത് എത്രയാണ്? 100 അല്ലേ. 13 × 100 അതാ കിടക്കുന്നു. 100 × 13 അല്ലേ. എ ആണ് ഓപ്ഷൻ. ഇനി ഗിവൺ ബിലോ ഈസ് എ മെത്തേഡ് ഓഫ് മൾട്ടിപ്ലൈയിങ് 117 ബൈ എ നമ്പർ. 117നെ ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. മിസ്സായ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. വിച്ച് നമ്പേഴ്സ് വെയർ മൾട്ടിപ്ലൈഡ്? ഏത് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്ത്? വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെയുള്ള നമ്പറിനെ ഇവിടെയുള്ള നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് 1000 കിട്ടുന്നത്. 100നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തല്ല 1000 കിട്ടുന്നത്? 10 അല്ലേ. 100നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 1000 കിട്ടുന്നത്. ഇനി ഈ കോളത്തിന് നേരെ നോക്കൂ, ലെഫ്റ്റിലേക്ക്. ഇവിടെ ഒന്നുമില്ല, മുകളിലുണ്ട്. എത്രയാ? 7. 7നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 70 കിട്ടുന്നത്? 7 × 10 അല്ലേ 70. അപ്പോൾ ഇവിടെയും 10. ഇനി ഇവിടെ ഇതിന് മുകളിൽ 100 ഇവിടെ ഒന്നുമില്ല. അപ്പോൾ 100നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 200 കിട്ടുന്നത്? 2 അല്ലേ. 2 × 100 അല്ലേ 200. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാമല്ലോ. 10 × 10 100 എന്ന് വരും അല്ലേ. 10 × 7 70 എന്ന് വരും. 10 × 100 1000. 10 × 10 100. 2 × 100 200. 2 × 10 20. 2 × 7 14. നമ്മൾ മിസ്സിംഗ് നമ്പേഴ്സ് എല്ലാം കണ്ടുപിടിച്ചു. വിച്ച് നമ്പേഴ്സ് വെയർ മൾട്ടിപ്ലൈഡ്? അപ്പോൾ ഈ 117നോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ ഗുണിക്കാൻ ഉപയോഗിച്ച നമ്പർ ഏതാണ്? ഇതാണ് 117. 117. 100 10 + 7 കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 117 ആണ് കിട്ടുന്നത്. അടുത്ത നമ്പർ കൂടെ മൾട്ടിപ്ലൈ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ മതി. ഏതാണ്? 10 + 10 + 2 അതെ. എത്രയാണ് 10 + 10 + 2? 22 അല്ലേ. അപ്പോൾ ഏത് നമ്പേഴ്സൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്തത് ഇവിടെ? 117ഉം 22ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എത്ര കിട്ടിയതെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ കോളത്തിനുള്ളിൽ കിടക്കുന്ന നമ്പർ എല്ലാം കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇവിടെ 1000 1000 2000 2200 കൂടെ എത്ര വരും? 2200 പ്ലസ് ഇവിടെ ആണെങ്കിലോ 100 100 200 200 + 20 എത്രയാണ്? 220 പ്ലസ് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തേ. 70 + 70 140. 140 + 14 എത്രയാണ്? 154. 3 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2574 എന്ന് കിട്ടും. ഇതാണ്
product. The sixth question has two questions. Sixth questionും രണ്ട് ചോദ്യങ്ങളുണ്ട്, ആറ് എയും ആറ് ബിയും. യു ഓൺലി നീഡ് ടു ആൻസർ വൺ ഓഫ് ദം. ഒരെണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി. ഇതാ നോക്കൂ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇൻ ദ എബോവ് പിക്ചർ ദ സർക്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ റെക്റ്റാങ്കിൾ. ഒരു വൃത്തം ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ വരച്ചിരിക്കുകയാണ്, ഒരു ചതുരത്തിനുള്ളിൽ വരച്ചിരിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. താഴെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇനി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് കറക്റ്റ്? നോക്കൂ, ഇതാണ് സർക്കിൾ അല്ലേ. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു ദ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ. റേഡിയസ് റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റിന് തുല്യമാണെന്ന്. നമുക്ക് റേഡിയസ് എന്താണെന്ന് നോക്കാം. എന്താണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ? സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും വരയ്ക്കുന്ന ഏറ്റവും നീളം കൂടിയ ഞാനാണ് അല്ലേ, കോഡാണ്. ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. ഇത് ഡയമീറ്ററാണ്, ഇതിൻ്റെ പകുതിയാണ്. ഇത് ഇത്രയും ഡയമീറ്റർ, ഇതിൻ്റെ പകുതിയാണ്. ഇപ്പോൾ ഞാൻ പേര് കൊടുത്താൽ എ ബി എന്ന് പറയുന്നത് ഡയമീറ്ററാണ്. എന്നാൽ ഇവിടെ എ ഒയും ഒ ബിയും ഒക്കെ എന്താണ്? റേഡിയസ് ആണ് അല്ലേ. അതായത് എ ബിയുടെ പകുതിയാണ് ഒ ബിയും ഒ എയും റേഡിയസ്. ഇത് തൊട്ട് ഇവിടെ വരെയാണ് റേഡിയസ്, അല്ലെങ്കിൽ ഇത് തൊട്ട് ഇവിടെ വരെ എന്താണ്? റേഡിയസ്. ഇനി തിരിച്ച് നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം അല്ലേ, ഇങ്ങനെയും വരയ്ക്കാം. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? റേഡിയസ് കിട്ടും. ഇത് തൊട്ട് ഇവിടെ വരെ എന്താണ്? റേഡിയസ്. ഇത് തൊട്ട് ഇവിടെ വരെ എന്താണ്? റേഡിയസ്. പി ക്യൂ എന്ന് കൊടുത്താൽ ഇത് മുതൽ ഇതുവരെ റേഡിയസ്, അല്ലെങ്കിൽ ഇത് മുതൽ ഇതുവരെ റേഡിയസ് അല്ലേ. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു ദ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ. സർക്കിളിൻ്റെ റേഡിയസ് റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റിന് ഈക്വൽ ആണെന്ന്. ഈക്വൽ ആണോ? റേഡിയസ് എന്ന് പറയുമ്പോൾ ഇത്രയും അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഹൈറ്റ്, ഇതാണ് ഉയരം. ഇവിടം തൊട്ട് ഇവിടം വരെയുണ്ട് ഉയരം. അത് ഈ റേഡിയസിന് തുല്യമാണോ? അല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല. ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് ഡബിൾ ദ ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ലെങ്തിന് ഡബിൾ ആണെന്ന്. ലെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ലെങ്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് ഇച്ചിരി ഇത്രയല്ലേ ഉള്ളൂ, ലെങ്ത് ഇത്രയും കിടക്കുകയില്ലേ. അപ്പോൾ അതുമല്ല കറക്റ്റ് ആൻസർ. അടുത്തത് സി. ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് ഡബിൾ ദ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ. ഡബിൾ ആണോ? ഡബിളും അല്ല, ഹൈറ്റിന് ഡബിൾ അല്ല. റേഡിയസ് ഇതിൻ്റെ ഇരട്ടിയായിട്ട് വരുമോ റേഡിയസ്? റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ്, ഇതിൻ്റെ ഇരട്ടിയായിട്ട് വരുന്നുണ്ടോ? ഇല്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഹാഫ് ദ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റിൻ്റെ ഹാഫാണ്. കണ്ടോ, ഇത്രയും ഉണ്ട്. ഈ എ ബിക്ക് തുല്യം തന്നെയാണ് ഇത് അല്ലേ. അത് ഹൈറ്റും ഡയമീറ്ററുമാണ് ഇവിടെ തുല്യം. അപ്പോൾ ഹൈറ്റിൻ്റെ പകുതിയാണ് റേഡിയസ് അല്ലേ. അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എത്രയാണോ അതിൻ്റെ ഹാഫാണെന്ത്? റേഡിയസ്. അപ്പോൾ നാലാമത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഡി സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ്. അടുത്തത് ബി പാർട്ട് ചോദ്യം. ദ സർക്കിൾസ് ആർ ഡ്രോൺ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് of two squares with 5 centimeters. Draw these pictures with the given measures and shade it. ഈ പിക്ചറുകൾ 5 സെൻറ്റിമീറ്റർ വീതമുള്ള രണ്ട് വൃത്തത്തിന് അകത്തും പുറത്തുമായിട്ട് എന്ത് വരച്ചിരിക്കുകയാണ്? സ്ക്വയറുകൾ വരച്ചിരിക്കുകയാണ്. ഈ പിക്ചറുകൾ വരച്ച് ഷെയ്ഡ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ വരച്ചാൽ മതി. 5 സെൻറ്റിമീറ്റർ റേഡിയസുള്ള സർക്കിൾ വരയ്ക്കാൻ എളുപ്പമല്ലേ. കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് 5 സെൻറ്റിമീറ്റർ സർക്കിൾ വരയ്ക്കുക. ആദ്യം അതിന് പുറത്തൊരു സ്ക്വയറിനെ വരയ്ക്കുക. സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം, അത് ശ്രദ്ധിക്കുക. അതുപോലെ സർക്കിളിനകത്തും എന്ത് വരയ്ക്കുക? സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ വശങ്ങളും തുല്യമായിരിക്കണം. ഇതുപോലെ വരച്ചെടുക്കുക. ഇനി ബി പാർട്ട് ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി ചോദ്യം. ഇവിടെ ഒരു ഫിഗർ വന്നിട്ടുണ്ട്. ഇൻ ദ ഫിഗർ ദ ലെങ്ത് ഓഫ് ദ ബോട്ടം ലൈൻ ഈസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ദ ലൈൻസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആർ 3 സെൻറ്റിമീറ്റർ ഈച്ച്. താഴത്തെ തന്നിരിക്കുന്ന സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ്. ലെഫ്റ്റിലും റൈറ്റിലും എന്താണ്? 3 സെൻറ്റിമീറ്റർ വീതമാണ്. ദ ലൈൻസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആർ അറ്റ് ഡിഫറൻറ്റ് സ്ലാൻസ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ലൈനുകൾക്ക് ചരിവ് ഒരുപോലെ അല്ല. ഈ ചരിവല്ല ഈ ചരിവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. ഇതിലേതാണ് കറക്റ്റ്? ദിസ് ഈസ് എ റെക്റ്റാങ്കിൾ. ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ ആണോ? അല്ല. റെക്റ്റാങ്കിൾ ആണെങ്കിൽ 4 ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആകണം. അതുപോലെ ഇവിടെ 4 ആംഗിൾസ് വരും. അത് എത്ര ഡിഗ്രി ആവും? 90 ഡിഗ്രി. കോർണറിൽ വരുന്ന ആംഗിൾസ് 90 ഡിഗ്രി ആവണം. അപ്പോൾ അങ്ങനെയല്ല. ദ ബോട്ടം ലൈൻ ആൻഡ് ദ ടോപ്പ് ലൈൻ ആർ ഓഫ് ദ സെയിം ലെങ്ത്. ബോട്ടം ലൈനും ടോപ്പ് ലൈനും ലെങ്ത് സെയിം വരത്തില്ല. കാരണം ഇതിന് രണ്ട് ചരിവാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ടോപ്പ് ലൈൻ ബോട്ടം ലൈനും സെയിം ലെങ്ത് വരത്തില്ല. ദ ബോട്ടം ലൈൻ ആൻഡ് ടോപ്പ് ലൈൻ ആർ നോട്ട് ഓഫ് ദ സെയിം ലെങ്ത് അല്ലേ. അത് കറക്റ്റാണ്. ഈ ബോട്ടവും ടോപ്പും രണ്ട് ലെങ്ത് ആയിരിക്കും. കാരണം ചരിവ് കറക്റ്റ് അല്ല. ദ കോർണേഴ്സ് ആർ ഡ്രോൺ യൂസിങ് ദ സെയിം കോർണേഴ്സ് ഓഫ് എ സെറ്റ് സ്ക്വയർ. അല്ല, സെയിം കോർണേഴ്സ് സെറ്റ് സ്ക്വയറിൻ്റെ സെയിം കോർണേഴ്സ് വെച്ചാണ് വരച്ചിരുന്നതെങ്കിൽ കോർണേഴ്സൊക്കെ ഒരുപോലെ വന്നേനെ. അപ്പോൾ അതുമല്ല. ഓപ്ഷൻ എന്താണ്? സി ആണ്. ഇനി അടുത്തത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ്. ഡ്രോ ദ ഗിവൺ പാറ്റേൺ ഓൺ ഇറ്റ് ആൻഡ് ഷെയ്ഡ് ഇറ്റ്. ഒരു പാറ്റേൺ ഇവിടെ തന്നിട്ടുണ്ട്. ആ പാറ്റേൺ വരച്ച് ഷെയ്ഡ് ചെയ്യാനാണ്. ഇതാണ് പാറ്റേൺ.
അപ്പോൾ ഇത് തന്നെ എക്സാമിന് വരുമെന്നില്ല, വേറെ ഏതെങ്കിലും പാറ്റേൺ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതുപോലെ പാറ്റേൺ വരച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക.